വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്തോരം നമ്മൾ കേട്ടിട്ടുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് നല്ല ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഇറങ്ങി വരുന്നത്. ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാം. നമ്മൾ ഇനി വേറെ എന്ത് അടയാളമാണ് കർത്താവോട് ചോദിക്കേണ്ടത്? കർത്താവെ അടയാളം കാണിക്കും, കർത്താവെ പ്രവർത്തിക്കും, നീ ഇവിടെ തന്നെ ഉണ്ടോ? വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. അത് വിശ്വസിക്കാതിരിക്കുന്നതാണ് ഈ നാടിനും ഈ ദേശത്തിനും നമ്മുടെ കൂട്ടായ്മകൾക്കും പറ്റിയ ഏറ്റവും വലിയ അപജയം. ഇത്രയും കർത്താവ് അടുത്തിറങ്ങി വന്നിട്ട് നിയമാവർത്തനം 4:7 മുമ്പേ നമ്മൾ പറഞ്ഞു, ദൈവം ഇത്ര അടുത്തിറങ്ങി വന്ന് ഇങ്ങനെ ഒരു ശ്രേഷ്ഠ ജനതയാക്കി നമ്മളെ മാറ്റിയിട്ടും എന്നിട്ടും നമ്മൾ ആ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നില്ല. ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ചുമ്മാ ഏതോ ഒരു പ്രാർത്ഥന രീതി പോലെ വിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തുന്ന ഒരു ജനം പൊള്ളൽ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ജീവനുള്ള കർത്താവ് ഇറങ്ങി വരുന്ന ആലയങ്ങളിൽ നിന്ന് ആ ജീവനുള്ള ആരാധനകൾ അവിടെ നടന്നില്ലെങ്കിൽ അത് മ്യൂസിയങ്ങളായി പോകും. നമ്മുടെ പുണ്യപിതാവ് വലിയ ചിന്തകനായ വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള ഉടനെ പ്രഖ്യാപിക്കുന്നതാണ്. എന്റെ പ്രാർത്ഥന ആഗ്രഹവും നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞാണ്, ദ ലൈഫ്ലെസ് ചർച്ച് ഈസ് എ മ്യൂസിയം. ആൾക്കാർ കേറും, കാണും, ഇറങ്ങിപ്പോകും, ചിലപ്പോ പൈസ ഇടും കയറാൻ. നമ്മളതിനെ സംഭാവന എന്നോ സ്തോത്ര കാഴ്ചെന്നോ ദശാംശം എന്നൊക്കെ വിളിക്കേണ്ടി വരുമെന്ന് പാപ്പ ഇങ്ങനെ ഒരു കാലത്തിന് അതീതമായ ഒരു പ്രവചനം പോലെ പറയുകയാണ്. ദ ലൈഫ്ലെസ് ചർച്ച് ഈസ് എ മ്യൂസിയം. പീപ്പിൾ കം, എൻ്റർ, ഗോ. ജീവനില്ലാത്ത ദേവാലയം മ്യൂസിയം പോലെയാണ്. ആളുകൾ വരും, കേറും, കാണും, ഇറങ്ങിപ്പോകും. നമ്മുടെ പള്ളികൾ, നമ്മുടെ ആരാധനാലയങ്ങൾ പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അത് വെറും ഒരു കാഴ്ച സ്ഥലം പോലെ, ഒരു മ്യൂസിയം പോലെ ജീവനില്ലാത്ത കെട്ടിടങ്ങളായിട്ട് മാറും. പപ്പയുടെ ഒരു വാണിംഗ് ആണ്. പറഞ്ഞേ ഹല്ലേലൂയാ.